ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം, പക്ഷെ ആരും ഗൗരവത്തിൽ എടുക്കാത്ത കാര്യം, 100% ജനങ്ങൾക്ക് ബോധ്യമായ കാര്യം, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, എന്നാൽ തന്നെയും അതിനൊരു പ്രത്യേകതയെ ആരും കാണാറുമില്ല, കാണിക്കാറുമില്ല. നല്ലവണ്ണം അനുഭവിക്കുമ്പോൾ അതിലൊരു നൊമ്പരം, അതും ആ നൊമ്പരത്തിനെയും ആരുടെയെങ്കിലും ഒരാളുടെ തലയോ സ്ഥാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതൊന്ന് വച്ച് കിട്ടിയാൽ മതി, അവർ സംതൃപ്തരാകും. സത്യം പറഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിനെ അവനവൻ മുഴുവനോടെ നശിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ വളരുമ്പം അവർ കുറച്ച് വാശിയൊക്കെ കാണിക്കും. യഥാർത്ഥത്തിൽ 1 വയസ്സും 6 മാസവും ആയ കുട്ടികൾക്ക് എന്താണ് വാശി? അവർക്ക് ഒരു വാശിയും ഇല്ല. അവർ കാണിക്കുന്നത് അവർ ഈ പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കാനും അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 3 വയസ്സ് വരെയും അവർക്ക് കാണുന്നതെല്ലാം കൗതുകം, അവർക്ക് കാണുന്നതെല്ലാം പഠനം, അവർക്ക് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതെല്ലാം അവരുടെ ജ്ഞാനം. പക്ഷെ അത് മുതിർന്ന ആൾക്കാരത് കണക്കിലെടുക്കുകയില്ല. അതിന് പകരം കൊച്ചു കുട്ടികൾക്ക് അവർ കൊടുക്കുന്ന പേര് വാശി, വൈരാഗ്യം, അങ്ങനെ ആയിരിക്കും തീർത്തെഴുതുന്നത്. അതേപക്ഷം കുട്ടികൾ വളർന്ന് 3 വയസ്സാകുമ്പം അവർക്ക് നല്ല ബോധവും ചുറ്റുവട്ടമുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനുള്ള ശേഷി കിട്ടിക്കഴിയും. പിന്നീട് അവർ കാണിക്കുന്നത് തെറ്റുകൾ, അതുപോലെ തന്നെ വളരെ മോശമായ കാര്യങ്ങൾ, ചീത്ത പഠിക്കാനുള്ള പ്രവണത, ഇതെല്ലാം 3 വയസ്സ് കഴിയുമ്പോഴേ തുടങ്ങും. ഇതിനെ ആരും നിലയ്ക്ക് നിർത്തൂല, ആരും ശാസിച്ചതിനെ വഴിക്ക് കൊണ്ടുവരികയില്ല. ഒരു കുഞ്ഞിനെയും അടിച്ച് നമുക്ക് നന്നാക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ 3 വയസ്സായ കുട്ടികൾക്ക് നമുക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി സാഹചര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അവർ കാണിക്കുന്ന വാശിക്ക് കാരണവും കാര്യവും നമ്മൾ തന്നെ അതൊന്ന് മാറ്റി വിടുമ്പോഴത്തേക്ക് അവർ തനിയെ മാറും. 3 വയസ്സേ ഉള്ളൂ. 10 വയസ്സാവുമ്പോഴത്തേക്ക് നമ്മളിത് നല്ല നിയന്ത്രിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ആ കുട്ടികൾ നമ്മളെ നന്നായിട്ട് ശാസിക്കാൻ പഠിക്കും. 10 വയസ്സായാൽ മതി. 10 വയസ്സായ കുട്ടികളെ നമ്മൾക്കൊരിക്കലും നിലയ്ക്ക് നിർത്താൻ കഴിയില്ല. കാരണം 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അവർ നന്നായിട്ട് പ്രകൃതിയായിട്ട് ഇഴുകി ചേരാൻ വേണ്ടി കാണിക്കുന്ന വാശി നമ്മൾ വിട്ടുകൊടുക്കില്ല. 3 വയസ്സിന് ശേഷം കാണിക്കുന്ന വാശികളെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കും. 10 വയസ്സ് കഴിയുമ്പം ആ കുട്ടികളെ നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ കാര്യങ്ങളിലേക്കും അവരുടെ നന്മയിലേക്കും നമ്മൾ കൊണ്ടുവരികയില്ല. ആരുടെയെങ്കിലും തലയിൽ ചാർത്തി വച്ചാൽ അത്രയും ഭാഗ്യം എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. 10 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സ് കഴിയുമ്പം അവൻ നാടിനും വീടിനും കൊള്ളാത്തവനായി മാറും. ഒരു വിഷയമില്ല. അപ്പോഴും മാതാപിതാക്കൾക്ക് അവൻ കുഞ്ഞു തന്നെയാണ്, അവൻ ചെറിയ കുട്ടി തന്നെയാണ്. അവൻ വളരുന്നതോ അവൻ്റെ അഭിപ്രായങ്ങൾ മാറുന്നതോ സമൂഹത്തിന് അവൻ ചെയ്യുന്ന ദ്രോഹങ്ങളോ ചിന്തയേയില്ല. എത്ര വലിയ കൂട്ടുകെട്ടിലും പോയി എത്ര വലിയതായിട്ടുള്ള ചീത്തകളും സംഭരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വേണമെങ്കിൽ ഒരു ക്രെഡിറ്റായിട്ട് വേണമെങ്കിലും മാതാപിതാക്കൾ കരുതും. അതിൽ അപകടകരമായ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരുടെ കുറ്റത്തിൽ ചാർത്തിയാൽ മതി. ആരുടെയെങ്കിലും ഒരാളുടെ മേലിലൊന്ന് കൊണ്ട് ചാർത്തിയാൽ നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. ആർക്കും തൻ്റെ തെറ്റുകൾ തിരുത്താനോ കുഞ്ഞുങ്ങളെ നേരെ വളർത്താനോ ശ്രമിക്കാറേയില്ല. ദാരിദ്ര്യം ഒരു ഘടകം തന്നെയാണ്. പക്ഷെ ആ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ ഒരു അച്ഛനും അമ്മയ്ക്കും കഴിയും. 100% കഴിയും. പക്ഷെ കൂടുതലും ആൾക്കാർ ലാളന എന്ന പേരിൽ കുട്ടികളെ കൂടുതൽ വഷളാക്കി നാട്ടിനും വീട്ടിനും കൊള്ളാത്ത പരുവത്തിലാക്കി ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കെട്ടിപ്പിച്ച് ജീവിതം പാഴാക്കുക അല്ലാതെ അവരാരും ഒന്നും നേടുന്നില്ല. പിന്നെ അവരിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഗതിയും
അധോഗതിയായി മാറുക തന്നെ ചെയ്യും. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണം, രക്ഷകർത്താക്കൾ തന്നെ വിചാരിക്കണം, തൻ്റെ ചിന്തകളെ മാറ്റം വരുത്തണം. നമ്മുടെ ചിന്തകളിലുണ്ടാകുന്ന അഴുക്കുകളെ നമ്മൾ കളഞ്ഞേ പറ്റൂ. കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുത്ത് തന്നെ വളർത്തണം. അടി എന്നുള്ളതും അവരെ വേദനിപ്പിക്കുക എന്നുള്ളതും ഒരു പരിഹാരമേ അല്ല. അതിനു പകരം നല്ല രീതിയിൽ അവരെ വളർത്താൻ ആർക്കും കഴിയും, ഏതൊരമ്മയ്ക്കും കഴിയും, ഏതൊരു രക്ഷകർത്താക്കൾക്കും കഴിയും. അത് ഉറപ്പായിട്ട് നേടിയെടുക്കുക. സമൂഹത്തിന് കുട്ടികളെ നന്നായിട്ട് കൊടുക്കുക, വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കുക. ഇത് ഒരു ദൈവത്തിന് നടക്കും, മനുഷ്യർക്ക് നടക്കുന്ന കാര്യം തന്നെയാണ്. നന്നായി വളർത്തുക, നന്നായി ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ജഗന്നാഥനായി, ഭൂമിനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധം ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8080742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം. ഇത് ദൈവനിശ്ചയമാണ്. ഇത് ദൈവനിശ്ചയമാണ്. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും.